ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ തുടിപ്പ് എങ്ങോട്ടാണ്, കാറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നതാണ് ചോദ്യം. എങ്ങോട്ടാ? തീർച്ചയായിട്ടും അത് UDF അനുകൂലമായിരിക്കും എന്നുള്ളതാണ്. ആണോ? കാരണം വെച്ചാല് നമ്മള് ഷാഫി പറമ്പില് തീർച്ചയായിട്ടും ആ. പാലക്കാട് നിന്ന് ഇവിടെ വടകര പാർലമെന്റിൽ MP ആയിട്ട് മത്സരിക്കാൻ വന്നത് ആ. തീർച്ചയായിട്ടും അത് ജയിക്കാൻ തന്നെ യാതൊരു സംശയവുമില്ല. ആ. കാരണം വെച്ചാൽ എന്തറിയോ, ആ. കാരണം നമ്മൾ ഇന്ത്യ മുന്നണിയെ കൊണ്ടുവരാനും ഇന്ത്യയിലെ മതേതരത്വം സംരക്ഷിക്കാനും അതുപോലെ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ CPM കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകൾ കേട്ടാണ് CPM മത്സരിക്കുന്നത് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു സംശയമുള്ളത്, ഈ മല്ലികാർജുൻ ഖാർഗെയോട് പത്രക്കാർ ചോദിച്ചു CA വിഷയത്തിൽ എന്താണ് നിലപാട്. അപ്പോൾ രാത്രി കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. ഇതുവരെ നേരം വെളുത്തില്ല. CA വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ ഐക്യജനാധിപത്യം കൃത്യമായ നിലപാടുണ്ട്. കാരണം അത് ഇവിടുത്തെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. അതിൽ യാതൊരു മാറ്റവുമില്ല. സംരക്ഷിക്കും. അപ്പം വടകരയിൽ മതേതരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഷാഫിക്ക് അനുകൂലമായിട്ടൊരു വികാരമുണ്ട്. ഇല്ല, എല്ലാ ജനങ്ങളെയും, കാരണം നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ഇവിടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഒക്കെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ. പക്ഷേ ടീച്ചറമ്മയെ കാണുമ്പോൾ നിപ്പ കാലം, കൊറോണ കാലം ഒക്കെ നാട്ടുകാർക്ക് ഓർമ്മ വരൂലേ? ടീച്ചറമ്മ തീർച്ചയായിട്ടും നേരത്തെ അഷർമാൻ സൂചിപ്പിച്ചല്ലോ. കാരണം കൊറോണയുടെ കാലഘട്ടത്തിൽ എവിടെയാ കൊറോണ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? കാരണം ഇന്ത്യ രാജ്യത്ത്, കാരണം നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ, ഏറ്റവും കൂടുതൽ കോവിഡ് വന്നത് നമ്മൾ തന്നെയല്ലേ. അവിടെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത് നമ്മുടെയല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ സംരക്ഷിക്കും. ഞാനൊരു രാഷ്ട്രീയക്കാരനോ ഒന്നുമല്ല, ഞാൻ ഒരു ആർമി ജോലി ചെയ്ത ഒരാളാണ്. പക്ഷേ കൊറോണ സമയത്ത് പിന്നെ ടീച്ചറുടെ ഇടപെടല് ജനങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിനുപരി രാഷ്ട്രീയമൊക്കെ അവിടെ വിട്ടേക്ക്. ഇപ്പോഴും ടീച്ചറുടെ അമ്മയെ കാണുമ്പോൾ ചിലപ്പോൾ വോട്ട് ചെയ്യുന്നത് ടീച്ചർക്ക് തന്നെയായിരിക്കും. അത് കൊറോണയുടെ സംരക്ഷണം തന്നെയാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ലോകം ആദരിക്കുന്നതായ ടീച്ചറമ്മയെ ലോകം ആദരിക്കുന്നത് അതുകൊണ്ടാണ്. അഷ്റഫ് പറഞ്ഞ കാര്യത്തിന് മറുപടി, കൊറോണ കാലത്ത് PP കിറ്റ് വാങ്ങി, അന്ന് PP കിറ്റ് കിട്ടാനില്ല, വിറഞ്ഞു കളിച്ച് നിൽക്കും നമ്മള്. അപ്പോ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിച്ചു PP കിറ്റ് വാങ്ങി ജനങ്ങൾ രക്ഷിക്കണം. അപ്പോൾ തീരുമാനിച്ചു PP കിറ്റ് 1500 രൂപയ്ക്ക് PP. അതാണ് അഴിവിനായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് കൊറോണ കിറ്റ് വാങ്ങരുതെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മരിച്ചോട്ടെ എന്നുള്ളതാണ് അഷ്റഫിന്റെ. അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്? ഈ കൊറോണയുടെ വിഷയമാണ് പറയുന്നത്. PP കിറ്റിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ എന്റെ അനിയനാണത്. കോവിഡ് കള്ളി എന്നുള്ളൊരു പ്രസ്താവന ഇവർ അതിവൈകാരികമായി ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ ഞാനത് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത്, ഇതിലും നല്ലൊരു സന്ദർഭം നമുക്ക് കിട്ടൂല അത് പ്രതാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ PP കിറ്റ് കിട്ടാനില്ല എന്നാണ്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ആ സമയത്ത് തന്നെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. പിന്നെ 500 രൂപയ്ക്ക് കിട്ടാനുള്ള ഒരു സാധനം കിട്ടാൻ തയ്യാറാണ് എന്ന് അതുവരെ കൊടുത്തുകൊണ്ടിരുന്ന കമ്പനി പറഞ്ഞ സമയത്താണ് ഒരു കാര്യമില്ലാണ് സാൻഫാർമ എന്നതുപോലെയുള്ള ഒരു കടലാസ് കമ്പനിക്ക് എന്ത് ചെയ്യുന്നത്, പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ ഒരു ഓർഡർ കൊടുക്കാനുള്ളത്. അത് അന്വേഷണം ലോകായുക്ത പ്രഥമ ദൃഷ്ട്യാ തന്നെ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയിട്ട് അത് കേസെടുക്കാൻ പോകുന്ന ആ ഒരു സമയത്ത്, പ്രഥമ ദൃഷ്ട്യ കേസെടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ലോകായുക്തേനെ വരെ ബില്ലിനിട്ട് പാസ്സാക്കി നിഷ്കാസനം ചെയ്ത ആളുകളാണ് ഇപ്പൊ എന്ത് പറയുന്നത്, പിന്നെ അഴിമതി ഇല്ല, കിട്ടാൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ വടകരയിലെ കോവിഡ് കാലത്തെ അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ പ്രചരണമാക്കും. തീർച്ചയായും ഒരു തിരിച്ചടിയാവോ എന്നതാണ് എന്റെ ചോദ്യം. ഒരു തരത്തിലും ഇത് നമ്മൾ പറയുന്നത്, നമ്മൾ ആ ഒരു വീഡിയോ സംശയമില്ല. KK ശൈലജ കോവിഡ് കാലത്തെ PP കിറ്റ് വിതരണത്തിലൂടെ പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? സർക്കാർ പൈസ ഉണ്ടാക്കി തന്നെയാണ്. കേരള സർക്കാരിന്റെ ഭാഗമാണല്ലോ ശൈലജ ടീച്ചർ ആയിക്കോട്ടെ. ശൈലജ ടീച്ചർ വ്യക്തിപരമായി പണം ഉണ്ടാക്കിയെന്ന് താങ്കൾക്ക് ആരോപണം? വ്യക്തിപരമല്ല, അതൊരു വ്യക്തിപരം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന സംഭവം എന്നല്ല പറയുന്നത്. പിന്നെ ആർക്ക് കൊടുത്തു എന്ന് വെച്ചപ്പം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സർക്കാർ എവിടെ തൊട്ടോ നമ്മൾ അഴിമതി നടത്തുമ്പോൾ അതിന്റെ ഒരു അഴിമതിയുടെ പണം ആരുടെയെങ്കിലും കയ്യിൽ എത്തണമല്ലോ. അതായത് നമ്മുടെ ഒരു വകുപ്പ്, നമ്മുടെ കൊറോണ സമയത്ത് ആരോഗ്യ വകുപ്പ് പോലുള്ള ഒരു വകുപ്പ് അങ്ങനെ അഴിമതി നടത്തുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് എന്നിട്ട് RRT ആയിക്കോട്ടെ, അതല്ല യൂത്ത് കെയർ ആയിക്കോട്ടെ, ഷാഫി പറമ്പിൽ ഇനീഷ്യേറ്റീവ് എടുത്ത യൂത്ത് കെയർ ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ആളുകളാണ്. അപ്പൊ ആ സമയത്ത് അങ്ങനെ നമ്മൾ ജീവൻ പണയം വെച്ച് പണിയെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള അഴിമതി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും.